ഹിമാചൽ പ്രദേശ് മാണ്ഡിയിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി കങ്കണ റാണവത്തിനെതിരായ പരാമർശത്തിൽ നടപടി. കോൺഗ്രസ് നേതാവ് സുപ്രിയ ശ്രീനേറ്റിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചു. കങ്കണയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിലാണ് സുപ്രിയ അധിക്ഷേപകരമായിട്ടുള്ള പരാമർശം നടത്തിയത്. സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷനും ഇടപെട്ടിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, ഹിമാചൽ പ്രദേശിൽ മാണ്ഡിയയിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി കങ്കണ റണൌത്തിനെതിരെയുള്ള അപകീർത്തിപരമായ പരാമർശത്തിൽ വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസം ഹിമാചൽ പ്രദേശിലും ഡൽഹിയിലും ബി.ജെ.പി. ഉയർത്തിയിരുന്നു. കങ്കണ റണൌത്തിനെ മാത്രമല്ല മുഴുവൻ രാജ്യത്തെ സ്ത്രീകളെയും അധിക്ഷേപിക്കുന്ന തരത്തിലാണ് കോൺഗ്രസിന്റെ പ്രസ്താവന എന്നുള്ളതായിരുന്നു ബി.ജെ.പി. മുൻപോട്ട് വെച്ചത്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി ഉണ്ടായിട്ടുള്ളത്. കങ്കണ റണൌത്തിനെതിരെ അപകീർത്തിപരമായ പരാമർശം നടത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനേറ്റിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാരണം കാണിക്കൽ നോട്ടീസ് ഇന്ന് നൽകിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള തുടർ നടപടികൾ ഈ വിഷയത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ ദേശീയ വനിതാ കമ്മീഷൻ വിഷയത്തിൽ ഇടപെടുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകുകയും ചെയ്തിരുന്നു. അതായത് കങ്കണ റണൌത്ത് മാത്രമല്ല മുഴുവൻ സ്ത്രീകളും ബഹുമാനം അർഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ കാര്യക്ഷമമായ നടപടി ഉണ്ടാകണമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ദേശീയ വനിതാ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിരുന്നു. കൂടാതെ ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കങ്കണ റണൌത്തിനെതിരെ അപകീർത്തിപരമായ പരാമർശം നടത്തിയതിന് കോൺഗ്രസ് വക്താവിനെതിരെ ഇപ്പോൾ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഒപ്പം ബി.ജെ.പി. നേതാവ് ബംഗാളിൽ നിന്നുള്ള ബി.ജെ.പി. നേതാവ് ദിലീപ് ഘോഷിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബംഗാളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ടാണ് നടപടി. നേരത്തെ കങ്കണയുമായി ബന്ധപ്പെട്ടുള്ള അപകീർത്തികരമായ പരാമർശം വന്നതിൽ ബി.ജെ.പി. വലിയ പ്രതിഷേധം നടത്തുകയും കേന്ദ്ര സർക്കാരിനെതിരെ, നരേന്ദ്രമോദി സർക്കാരിനെതിരെ കാര്യമായ ആരോപണങ്ങളൊന്നും ഉന്നയിക്കാനില്ല എന്നിരിക്കെ പ്രധാനമന്ത്രിയെയും വിവിധ മണ്ഡലങ്ങളിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥികളെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത് എന്നുള്ള കാര്യമായിരുന്നു ബി.ജെ.പി. നേതൃത്വം മുൻപോട്ട് വെച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുന്നു, രാജ്യത്തെ സ്ത്രീകളെ അപമാനിക്കുന്നു. ഏറ്റവും ഒടുവിൽ കങ്കണ റണൌത്തിന്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചായിരുന്നു ലൈംഗികപരമായി അധിക്ഷേപിക്കുന്ന പോസ്റ്റ് ഇത്തരത്തിൽ കോൺഗ്രസ് വക്താവിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. പ്രതിഷേധം ശക്തമാവുകയും കൂടാതെ ഔദ്യോഗികമായ പരാതി ബി.ജെ.പിയുടെ ഭാഗത്തുനിന്നും ദേശീയ വനിതാ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് കത്തും ലഭിച്ചതോടുകൂടിയാണ് ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. വിഷ്ണു, നമുക്കറിയാം ഇപ്പോൾ മാണ്ഡിയിൽ കങ്കണ റാണൌത്ത് ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ ലോക്സഭാ മണ്ഡലങ്ങളിലേക്കായി വളരെ ശക്തരായ സ്ഥാനാർത്ഥികളെയാണ് ബി.ജെ.പി. നിയോഗിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കോൺഗ്രസിന്റെ ഒരു പരാജയ ഭീതി തന്നെയല്ലേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കോൺഗ്രസിനെ നയിക്കുന്നത്? വിഷ്ണു, തീർച്ചയായും ബി.ജെ.പി. നേതൃത്വം ആരോപിക്കുന്നത് സർക്കാരിനെതിരെ അല്ലെങ്കിൽ ബി.ജെ.പിക്കും എൻ.ഡി.എ ക്യാമ്പിനുമെതിരെ ഒരു പ്രചാരണ ആയുധം കയ്യിലില്ലാത്തതുകൊണ്ട് സ്ഥാനാർത്ഥികളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പ്രവർത്തനമാണ് കോൺഗ്രസ് നടത്തുന്നത് എന്നാണ് ബി.ജെ.പി. നേതൃത്വം മുൻപോട്ട് വയ്ക്കുന്നത്. ശക്തരായ സ്ഥാനാർത്ഥി എന്നതിനപ്പുറത്തേക്ക് വലിയ രീതിയിൽ വനിതകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇത്തവണ ബി.ജെ.പി. എൻ.ഡി.എ ക്യാമ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഉൾപ്പെടെ വനിതാ സ്ഥാനാർത്ഥികളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഒപ്പം മാണ്ഡിയിൽ കങ്കണ റണൌത്ത് ആണെങ്കിലും ബംഗാളിൽ സന്ദേശ് പീഡനത്തിനിരയായിട്ടുള്ള തൃണമൂൽ അതിക്രമത്തിനിരയായിട്ടുള്ള സ്ത്രീയെയാണ് ബി.ജെ.പി. കാൻഡിഡേറ്റായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൂടാതെ വിവിധ മേഖലകളിൽ വനിതകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട്, യുവാക്കൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട്, കൂടാതെ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള നേതാക്കൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് 400+ എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ബി.ജെ.പി. മുൻപോട്ട് പോകുന്നു. ആ ഒരു സമയത്ത് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളെ ബി.ജെ.പി. നേതാക്കളെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണ് കോൺഗ്രസ് എന്നുള്ളതാണ് ബി.ജെ.പി. നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ പ്രധാനമന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് ലാലു പ്രസാദ് യാദവും പ്രതിപക്ഷവും മുൻപോട്ട് വന്നിരുന്നു. പ്രധാനമന്ത്രിക്ക് കുടുംബമില്ലാത്തത് കൊണ്ടാണ് കുടുംബവാഴ്ചയെക്കുറിച്ച് പറയുന്നത് എന്നുള്ളതായിരുന്നു ലാലു പ്രസാദിന്റെ പ്രസ്താവന. കൂടാതെ വിവിധ സ്ഥാനാർത്ഥികളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നു. കങ്കണ റണൌത്തിന്റെ ഒരു സിനിമയിലെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചുകൊണ്ടായിരുന്നു അവരെ ലൈംഗികപരമായി അധിക്ഷേപിക്കുന്ന പരാമർശം ഒരു സമൂഹ മാധ്യമത്തിൽ ഇത്തരത്തിൽ കോൺഗ്രസ് വക്താവിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്നാൽ അതെല്ലാം കോൺഗ്രസിന് തന്നെ തിരിച്ചടിയാവുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രിക്കെതിരെ നടത്തിയ പരാമർശമാണെങ്കിലും കങ്കണയ്ക്കെതിരെ നടത്തിയ പരാമർശമാണെങ്കിലും അതെല്ലാം കോൺഗ്രസിനും പ്രതിപക്ഷത്തിനെയും തിരിച്ചടിക്കുന്നു. ജനങ്ങൾ അതിനെ തിരിച്ചടിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഗ്രൗണ്ട് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പ്രതിഷേധം ഹിമാചൽ പ്രദേശിൽ ഈ കങ്കണയ്ക്കെതിരെ കോൺഗ്രസ് വക്താവ് നടത്തിയ ഈ അപകീർത്തികരമായ പരാമർശവുമായി ബന്ധപ്പെട്ട പ്രതിഷേധമായിരുന്നു. ഏറ്റവും ഒടുവിൽ ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സുഖ്വീന്ദർ സുഖുവിന് പോലും പറയേണ്ടി വന്നു, കങ്കണ ഹിമാചലിന്റെ മകളാണ്. അത്തരത്തിൽ വലിയ പ്രതിഷേധം ഈ
കോൺഗ്രസിന്റെ ഇത്തരത്തിൽ വ്യക്തിപരമായി സ്ഥാനാർത്ഥികളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന വിഷയത്തിൽ പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. വിഷയത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇടപെട്ടിരിക്കുകയാണ്. വിഷയത്തിൽ കങ്കണ റണൌത്തിനെ അപകീർത്തിപരമായ പരാമർശം നടത്തിയതിനാണ് കോൺഗ്രസ് വക്താവിന് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് നൽകിയിട്ടുള്ളത്. വ്യക്തമാണ്. ജിഷ്ണുവാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.